വെളുക്കാൻ വൈറലായിട്ടുള്ള ഗ്രീൻ മാസ്ക് നമുക്ക് തയ്യാറാക്കിയാലോ? മുഖത്തെ ചർമ്മത്തെ തിളക്കം കൂട്ടുന്നതിന് വേണ്ടി വേറെ ഒന്നും നിങ്ങൾ ഇനി ചെയ്യണ്ട. ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ആഴ്ചയിലൊരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം നല്ലതുപോലെ തിളക്കം വെക്കുന്നതായിരിക്കും. എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ വരുന്നതായിരിക്കും. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വൈറലായിട്ടുള്ള ഗ്രീൻ മാസ്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഫ്രോ ആക്കാനും ഈ ഒരു ഗ്രീൻ മാസ്കിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ മാറ്റം കണ്ട് ഞാൻ പോലും ഞെട്ടിയ ഒരു കാര്യമാണ്. പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം തുടച്ചു മാറ്റി മുഖം നല്ല പോലെ ഒരു ക്ലീൻ ആക്കുന്നതും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ റിസൾട്ടോ നമ്മൾ പോലും പ്രതീക്ഷിക്കാവുന്നതിനെക്കാട്ടിലും ഇരട്ടി റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിൽ ചേർത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ ചർമ്മത്തിനെ നല്ല പോലെ ബ്രൈറ്റ് ആക്കാനൊക്കെ ാണ് നമ്മുടെ ചർമ്മത്തിന്റെ ഡെഡ് സ്കിന്നിനെ ഇല്ലാതാക്കാൻ ഇതിൽ ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ആ ഒരു ഗ്രീൻ മാസ്ക് തയ്യാറാക്കുന്നതും അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും ഒക്കെ കണ്ടു നോക്കാം. വൈറലായിട്ടുള്ള ഗ്രീൻ മാസ്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗള് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. നമുക്ക് മുഖത്തിൻ്റെ ചർമ്മത്തെ വളരെ പെട്ടെന്ന് തന്നെ നിറം കൂട്ടാൻ സഹായിക്കുന്നതാണ് നീമിൽ നിന്ന്, അതായത് നമ്മുടെ വേപ്പിലയിൽ നിന്ന്. വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ വേപ്പില എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വൈറലായിട്ടുള്ള ആ ഒരു ഗ്രീൻ മാസ്ക് തയ്യാറാക്കുന്നത്. എന്തായാലും ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീമിൻ്റെ, അതായത് നമ്മുടെ വേപ്പിലയുടെ പൗഡറാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം പച്ച വേപ്പില ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മല്ലിയില ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പിലയുടെ പൊടി ഓൺലൈൻ ത്രൂ ഞാൻ മേടിച്ചതാണ് ഇവിടെ എടുക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടിക്കടകളിലൊക്കെ ചെന്ന് ചോദിക്കുവാണെങ്കിൽ വേപ്പിലയുടെ പൊടി കിട്ടും. എല്ലാവർക്കും ചെയ്യാം കേട്ടോ. വേപ്പില വെച്ചിട്ടാണെങ്കിൽ എല്ലാ ചർമ്മക്കാർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് വേപ്പില പൊടി ഇല്ല എങ്കിൽ നിങ്ങളുടെ പറമ്പിൽ വേപ്പില ഉണ്ടെങ്കിൽ, അതായത് നീമുണ്ടെങ്കിൽ അതിൻ്റെ ഇല ഒരു പിടി എടുക്കണം. ഒരു പിടി നീമിൻ്റെ ഇല എടുത്തിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഞാൻ ഇവിടെ വേപ്പിലയുടെ പൊടിയാണ് എടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂണാണ് വേപ്പിലയുടെ പൊടി വേണ്ടത്. 1.5 ടേബിൾ സ്പൂൺ വേപ്പിലയുടെ പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ നീമിൻ്റെ വേപ്പിലയുടെ പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പൊട്ടറ്റോ വേവിച്ചതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പൊട്ടറ്റോ വേവിച്ചത് നമുക്ക് മിക്സിയുടെ ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം. എന്തായാലും ഇതൊന്ന് മാറ്റി വെക്കട്ടെ. ഇതിലേക്ക് അതായത് നമുക്കൊരു 3-4 കഷ്ണം മാത്രം മതി നമ്മുടെ പൊട്ടറ്റോ വേവിച്ചത്. അതായത് 2 കഷ്ണം പൊട്ടറ്റോ വേവിച്ചത് നമുക്ക് വേണം. 2.5 കഷ്ണം, അതായത് നമുക്ക് ഒരു പകുതി മുറി പൊട്ടറ്റോ വേവിച്ചതാണ് നമുക്ക് വേണ്ടത്. മൊത്തവും വേണ്ട, പകുതി മുറി പൊട്ടറ്റോ വേവിച്ചത്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന്, അതായത് പൊട്ടറ്റോ നല്ലതുപോലെ അരയുന്നതിന് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്ത് കൊടുക്കണം. തൈര്, പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം. അത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ അരയുന്നതിന് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വേണ്ടി വരും. അതാണ് ചേർക്കേണ്ടത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പച്ച വേപ്പിലയാണ് ഉള്ളതെങ്കിൽ, അതെല്ലാം മല്ലിയിലയാണ്, അതായത് ധന്യപ്പത്ത എന്നൊക്കെ പറയുമല്ലോ, മല്ലിയില ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ പറയുന്ന പോലെ അരച്ചെടുത്താൽ മതിയാകും. പൗഡർ ആണെങ്കിൽ നമ്മളിത് അരച്ചത് ഇതിലേക്ക് ചേർത്ത് മിക്സ് ആക്കിയാണ് ഉപയോഗിക്കേണ്ടത്. തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തൈര് ചേർക്കുന്നത് ഇത് മിക്സിയിലിട്ട് നമുക്ക് അരയ്ക്കുന്ന പരുവത്തിന് 1.5 ടേബിൾ സ്പൂൺ കട്ട തൈര്, പുളിയില്ലാത്തത് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ട തൈര് ചേർത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. മിക്സിയുടെ ബൗളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അതിലേക്ക് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർത്തില്ല, ആ തൈരിൻ്റെ വെള്ളം മാത്രമാണ്. അത് ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ച് നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഞാൻ ചേർത്ത അളവെല്ലാം നിങ്ങൾ കണ്ടല്ലോ, അതേ അളവിൽ തന്നെ എടുക്കാവുള്ളൂ. നമുക്കിത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ആ ഒരു വേപ്പിലയുടെ പൊടി നമുക്ക് എടുക്കാം. അതിലേക്ക് നമ്മുടെ ഈ അരച്ച് വെച്ച കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. കുറച്ച്
ക്ഷമയോടുകൂടി ചെയ്യണം, തെറിച്ച് പോകും കേട്ടോ. നല്ലതുപോലെ എന്തായാലും ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കട്ടെ. ഓക്കെ, ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അങ്ങനെ മിക്സാക്കി എടുക്കുകയാണ്. കണ്ടോ, മിക്സാക്കി എടുത്തു. ഓക്കെ, ഇത് കണ്ടോ, ഇതേ പരുവത്തിലായിട്ടാണ് നമുക്ക് നമ്മുടെ ഗ്രീൻ മാസ്ക് കിട്ടേണ്ടത്. കണ്ടോ, ഇതേ പരുവത്തിലായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കറി വെക്കുന്ന മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയാകും. 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കുക. സ്കിന്നിലുണ്ടാകുന്ന ഓപ്പൺ പോഴ്സിനെ ഇല്ലാതാക്കാനും പിമ്പിൾസിനെ ഇല്ലാതാക്കാനും ടാൻ റിമൂവ് ആക്കാനും ഈ ഒരു മാസ്കിൽ നിന്ന് സാധിക്കുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങളിത് ചെയ്താൽ മതി. നല്ല ചേഞ്ച് നിങ്ങളുടെ ചർമ്മത്തിനുണ്ടാകും. എന്തായാലും ഞാൻ ഇത് ഇട്ടിട്ടുള്ള ലൈവ് ചേഞ്ചസും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ മാസ്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മുടെ മാസ്ക് ഇടേണ്ടത്. ഈ ഒരു മാസ്ക് ഫേസിലിടുന്നതിന് മുന്നേ ആയിട്ട് ഫേസ് നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മുടെ മാസ്ക് ഫേസിലേക്ക് ഇടാനായിട്ട്. ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ നിന്ന് മുകളിലേക്ക് വേണം നമ്മൾ മാസ്ക് ഇടാനായിട്ട്. ഇട്ട് കൊടുക്കുകയാണ്. എന്തായാലും നമുക്കിത് ഉണങ്ങുന്നതിന് 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം തുടയ്ക്കാം. തുടച്ചപ്പോൾ ഉള്ള ചേഞ്ച് കണ്ടോ, അടിപൊളി മാറ്റമുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി ഈ ഒരു റിസൾട്ട് കണ്ടിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഗ്രീൻ മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത്രമാത്രം റിസൾട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ലതുപോലെ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ടാനും റിമൂവ് ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു ഗ്രീൻ മാസ്ക് തയ്യാറാക്കി ഉപയോഗിക്കണേ. നിങ്ങളുടെ ചർമ്മത്തിൻ്റെ നല്ലപോലെ നിറം നൽകാനായിട്ട് സാധിക്കും. എന്തായാലും ഞാനൊന്ന് തുടയ്ക്കട്ടെ. ടർക്കി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ തുടയ്ക്കുകയാണ്. തുടച്ചപ്പോൾ തന്നെ ഉള്ള ചേഞ്ച് കണ്ടോ, അടിപൊളി ചേഞ്ചാണ്. എന്തായാലും നല്ല റിസൾട്ട് നൽകും. കണ്ടോ, അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് ചർമ്മം. നല്ല പോലെ നിറവും വെച്ചിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യണേ കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. എങ്ങനെയാണ് തയ്യാറാക്കിയെന്നുള്ളത് കണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് നല്ല പോലെ റിസൾട്ട് നൽകുന്നതാണ്. ഈ ഒരു ഗ്രീൻ മാസ്കിൽ നിന്ന് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട, ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഈ ഒരു ഗ്രീൻ മാസ്ക് ഉപയോഗിച്ചാൽ മതി. മുഖത്തെ എല്ലാ തരം ഡെഡ് സ്കിന്നിനെയും തുടച്ചു മാറ്റിയിട്ട് മുഖത്ത് നല്ല പോലെ നിറം നൽകാനായിട്ട് ഈ ഒരു ഗ്രീൻ മാസ്കിൽ നിന്ന് സാധിക്കും. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്താലേ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മുഖത്തിന്റെ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാം. ഇതെല്ലാ ചർമ്മക്കാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ഗ്രീൻ മാസ്ക് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറ കേട്ടോ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ. അതിന് മറുപടി പറയുന്നതായിരിക്കും ഞാൻ. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.